ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള പ്രതിഷ്ഠാനുമതി വിവാദത്തിൽ മെറിറ്റിൽ പരിശോധന നടത്തി വിധി പറയാമെന്ന ഹൈക്കോടതി. ജാനകിക്ക് സീതയുമായി ബന്ധമില്ല എന്നും ഹൈക്കോടതി നിരീക്ഷിച്ചു. ജാനകിക്ക് മതപരമായ ബന്ധമില്ലെന്ന് പ്രേക്ഷകരെ അറിയിച്ചാൽ മതിയോ എന്ന് സെൻസർ ബോർഡിനോട് കോടതി ചോദിച്ചു. ഹൈക്കോടതിയുടെ നിർദ്ദേശത്തിൽ സെൻസർ ബോർഡും നിർമ്മാതാക്കളും മറുപടി നൽകണം. സബ് ടൈറ്റിലിൽ പേര് മാറ്റുന്നതിൽ പ്രായോഗിക ബുദ്ധിമുട്ടുണ്ടെന്ന് നിർമ്മാതാക്കൾ കോടതിയെ അറിയിച്ചു. ഹർജി 3 മണിക്ക് ഹൈക്കോടതി വീണ്ടും പരിഗണിക്കും. ശ്യാം ദേവരാജ് വിവരങ്ങളുമായി. ശ്യാം, ഇപ്പോൾ ഹൈക്കോടതി തുടക്കം മുതൽ ഈ വിഷയത്തിലെടുത്തിരിക്കുന്ന നിലപാട് ഇതിന്റെ അണിയറ പ്രവർത്തകരുടെ നിലപാടുമായി ചേർന്ന് പോകുന്നതാണ്. ഇപ്പോൾ എന്താണ് കോടതി ഇപ്പോൾ ഏറ്റവും ഒടുവിൽ പറഞ്ഞിരിക്കുന്നത്? 3 മണിക്ക് അതിൽ അന്തിമ തീരുമാനത്തിലേക്ക്, കോടതിയുടെ വിധിയിലേക്ക് വരികയാണല്ലേ? 3 മണിക്ക് തീരുമാനമെടുക്കും എന്ന കാര്യത്തിൽ വ്യക്തതയില്ല. ഇതിൽ പറഞ്ഞിരിക്കുന്നത് സെൻസർ ബോർഡിനോടും ഒപ്പം നിർമ്മാതാക്കളോടും ഹൈക്കോടതി ഒരു കാര്യത്തിൽ ഒരു ചോദ്യം ഉന്നയിച്ചു. അത് ജാനകിക്ക് മതപരമായി ബന്ധമില്ല. ജാനകി, ഇതിന്റെ ടൈറ്റിൽ ക്യാരക്ടറായ കേന്ദ്ര കഥാപാത്രമായ ജാനകിക്ക് മതപരമായ ബന്ധമില്ല, അതായത് സീതാദേവിയുമായി ബന്ധമില്ല എന്ന് പ്രേക്ഷകരെ അറിയിച്ചാൽ മതിയോ? അക്കാര്യം സിനിമ തുടങ്ങുന്നതിന് മുമ്പ് അക്കാര്യം എഴുതി കാണിച്ചാൽ മതിയോ എന്ന കാര്യം ഹൈക്കോടതി ചോദിച്ചു. അത് സെൻസർ ബോർഡിനോടാണ് ആ കാര്യം ചോദിച്ചത്. അക്കാര്യത്തിൽ സെൻസർ ബോർഡിനോട് ഇതിന്റെ നിലപാട് തേടിയതിനു ശേഷം മറുപടി നൽകാമെന്ന് സെൻസർ ബോർഡിന് വേണ്ടി ഹാജരായ അഭിഭാഷകൻ അഭിനവ് ചന്ദ്രചൂഡ് ഹൈക്കോടതിയെ അറിയിച്ചു. തുടർന്നാണ് ഇക്കാര്യത്തിൽ നിർദ്ദേശം അറിയിക്കാൻ, നിലപാട് അറിയിക്കാൻ നിർമ്മാതാക്കളുടെ അഭിഭാഷകനോടും ഹൈക്കോടതി നിർദ്ദേശം നൽകിയത്. ഈ രണ്ടുപേരും, സെൻസർ ബോർഡും നിർമ്മാതാക്കളും 3 മണിക്ക് കോടതി വീണ്ടും ചേരുമ്പോൾ 3 മണിക്ക് ഹൈക്കോടതിയിൽ നിലപാട് അറിയിക്കണമെന്നാണ് ഹൈക്കോടതി നൽകിയ നിർദ്ദേശം. അതല്ല, ഇക്കാര്യത്തിൽ സമവായമായില്ല എങ്കിൽ ഹൈക്കോടതി ഈ വിഷയം മെറിറ്റിൽ പരിശോധിക്കും, തുടർന്ന് വിധി പറയും എന്ന കാര്യവും കൂടി ഹൈക്കോടതി വ്യക്തമാക്കുകയും ചെയ്തു. ജസ്റ്റിസ് എൻ നഗരേഷ് അധ്യക്ഷനായ ഹൈക്കോടതി സിംഗിൾ ബെഞ്ചാണ് ഈ ഹർജി, നിർമ്മാതാക്കളുടെ ഹർജി പരിഗണിക്കുന്നത്. ഹൈക്കോടതി ഇതിനിടയിൽ നടത്തിയൊരു സുപ്രധാനമായ നിരീക്ഷണമുണ്ട്. ജാനകിക്ക് സീതയുമായി, അതായത് ഇതിന്റെ കേന്ദ്ര കഥാപാത്രമായ, ടൈറ്റിൽ കഥാപാത്രമായ ജാനകിക്ക് സീതാദേവിയുമായി ബന്ധമില്ലല്ലോ എന്ന് ഹൈക്കോടതി ഒരു ഘട്ടത്തിൽ ജസ്റ്റിസ് എൻ നഗരേഷ് നിരീക്ഷിക്കുകയും ചെയ്തു. ഇന്ന് കോടതിയിൽ ഈ വാദം തുടങ്ങുമ്പോൾ, ഹർജി പരിഗണിക്കുമ്പോൾ നിർമ്മാതാക്കൾ അറിയിച്ച മറുപടി ഒരു നിർദ്ദേശം അംഗീകരിക്കാം എന്ന കാര്യമാണ്. അതായത് കോടതിയിലെ വിസ്താര രംഗത്തിൽ ഈ കേന്ദ്ര കഥാപാത്രത്തോട്, ജാനകിയോട് പ്രതിഭാഗം അഭിഭാഷകൻ ചില ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. അതിൽ ജാനകി എന്ന പേര് പറയുന്നുണ്ട്. ആ പേര് പറയുന്ന രംഗം മ്യൂട്ട് ചെയ്യാം എന്നാണ് ഹൈക്കോടതി വ്യക്തമാക്കിയത്. നേരത്തെ സെൻസർ ബോർഡ് ആവശ്യപ്പെട്ട ഒരു കാര്യമാണ്. സെൻസർ ബോർഡ് 2 കാര്യങ്ങൾ ആവശ്യപ്പെട്ടിരുന്നു. അതിൽ ഒരു കാര്യം അംഗീകരിക്കാമെന്ന് ഹൈക്കോടതിയിൽ നിർമ്മാതാക്കൾക്ക് വേണ്ടി ഹാജരായ അഭിഭാഷകൻ ഹാരിസ് ബീരാൻ അറിയിച്ചു. എന്നാൽ രണ്ടാമത്തെ കാര്യത്തിൽ അതിൽ നിർമ്മാതാക്കൾ എതിർപ്പറിയിക്കുകയാണ് ചെയ്യുന്നത്. അത് ടൈറ്റിലിൽ പേര് മാറ്റുന്നതിൽ, ജാനകി എന്ന പേരിൽ തിരുത്തൽ വരുത്തുന്നതിൽ, മാറ്റം വരുത്തുന്നതിൽ പ്രായോഗിക ബുദ്ധിമുട്ടുണ്ട് എന്ന കാര്യമാണ് അറിയിച്ചത്. കാരണം ഇതിന്റെ ടീസർ നേരത്തെ തന്നെ സെൻസർ ബോർഡ് അംഗീകരിച്ചതാണ്. ഇതിന്റെ പ്രിന്റ് പ്രദർശനത്തിന് തയ്യാറാവുകയും ചെയ്തു. കഴിഞ്ഞ മാസം 27-നായിരുന്നു സെൻസർ ബോർഡിന്റെ അനുമതി ലഭിച്ചിരുന്നുവെങ്കിൽ സിനിമ റിലീസ് ചെയ്യേണ്ടത്. അതുകൊണ്ട് തന്നെ പ്രിന്റ് പ്രദർശനത്തിന് തയ്യാറാവുകയും ചെയ്തു. ഈ കാരണത്താൽ ഇനി ഇക്കാര്യത്തിൽ ഒരു മാറ്റം വരുത്തിയാൽ അത് വലിയ സാമ്പത്തിക നഷ്ടമുണ്ടാകും എന്നാണ് ഹൈക്കോടതിയിൽ നിർമ്മാതാക്കളുടെ അഭിഭാഷകൻ സ്വീകരിച്ച നിലപാട്. ഈ ഹൈക്കോടതി ഇതിനിടയിൽ നടത്തിയ ഒരു നിരീക്ഷണം സെൻസർ ബോർഡിനോട് ഉന്നയിക്കുകകൂടി ചെയ്ത ഒരു കാര്യം, കലാപരമായ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് കലാകാരന്റെ ആവിഷ്കാര സ്വാതന്ത്ര്യമാണ് എന്ന് ഹൈക്കോടതി ഒരു ഘട്ടത്തിൽ നിരീക്ഷിക്കുകയും ചെയ്തു. അതിൽ സെൻസർ ബോർഡിനോടാണ് അക്കാര്യം ഒരു വിമർശന വിധേയമായി തന്നെ ഹൈക്കോടതി വ്യക്തമാക്കുന്നത്. മാത്രമല്ല, അത്തരമൊരു തർക്കമുണ്ട് എങ്കിൽ ഈ വിഷയം പരിശോധിച്ച് മെറിറ്റിൽ വിധി പറയാം എന്ന കാര്യം ഹൈക്കോടതി വ്യക്തമാക്കുകയും ചെയ്തു. സെൻസർ ബോർഡിന് വേണ്ടി ഹാജരായ അഭിഭാഷകൻ അഭിനവ് ചന്ദ്രചൂഡ് ഹൈക്കോടതിയിൽ വ്യക്തമാക്കിയത് ഈ ഡിജിറ്റൽ കാലത്ത് പേര് മാറ്റുന്നത് എളുപ്പം സാധ്യമാകും എന്നാണ് സെൻസർ ബോർഡിന്റെ നിലപാടായി അറിയിക്കുകയും ചെയ്തത്. അതിന് ഉദാഹരണങ്ങളും ചൂണ്ടിക്കാട്ടിയിരുന്നു. നേരത്തെ പത്മാവതി എന്ന സിനിമയുമായി ബന്ധപ്പെട്ട്, അതിന്റെ ടൈറ്റിലുമായി ബന്ധപ്പെട്ട് ഈ പുരാണ കഥാപാത്രത്തോട് സാമ്യമുള്ളതാണ് എന്നടക്കം നിരവധിയായ വിമർശനങ്ങൾ ഉയർന്നിരുന്നു. ആ ഘട്ടത്തിൽ നിർമ്മാതാക്കൾ തയ്യാറായത് പത്മാവതി എന്ന ചിത്രത്തിന്റെ പേര് തിരുത്താനാണ്. അത് പത്മാവത് എന്ന് മാറ്റുകയും ചെയ്തു. അക്കാര്യം, അങ്ങനെ ആ ഉദാഹരണമാണ് സെൻസർ ബോർഡിന് വേണ്ടി ഹാജരായ അഭിഭാഷകൻ ഹൈക്കോടതി അറിയിച്ചത്. മാത്രമല്ല, ആ ഘട്ടത്തിലാണ് ഹൈക്കോടതി സെൻസർ ബോർഡിനോട് ചോദിക്കുന്നത്, ജാനകിക്ക് മതപരമായ ബന്ധമില്ല എന്ന് പ്രേക്ഷകരെ അറിയിച്ചാൽ മതിയോ? നിർമ്മാതാക്കൾ സിനിമയുടെ പ്രദർശന വേളയിൽ അതിനു മുൻപ് അക്കാര്യം പ്രത്യേകമായി തന്നെ വിഷ്വലൈസ് ചെയ്ത് ദൃശ്യവൽക്കരിച്ച് അറിയിച്ചാൽ മതിയോ എന്ന കാര്യം ഹൈക്കോടതി ആരായുന്നത്.
അപ്പോൾ തന്നെയാണ് ഹൈക്കോടതി മറ്റൊരു പ്രധാനമായ നിരീക്ഷണം നടത്തുന്നത്. കാരണം കഴിഞ്ഞ ശനിയാഴ്ച രാവിലെ 10 മണിക്ക് ജസ്റ്റിസ് എൻ നഗരേഷ് അധ്യക്ഷനായ സിംഗിൾ ബെഞ്ച് ജസ്റ്റിസ് എൻ നഗരേഷ് ഈ സിനിമ നേരിട്ട് കണ്ട് വിലയിരുത്തിയിരുന്നു. അതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് അദ്ദേഹം ഒരു അഭിപ്രായം ഈ സിനിമയെ പറ്റി പറയുന്നത്. ജാനകിക്ക് സീതയുമായി, കേന്ദ്ര കഥാപാത്രമായ ജാനകിക്ക് സീതാദേവിയുമായി ബന്ധമില്ലല്ലോ എന്നും ഹൈക്കോടതി നിരീക്ഷിക്കുന്നത്. തുടർന്നാണ് ഈ വിഷയത്തിൽ മറുപടി നൽകാൻ വേണ്ടി ഹൈക്കോടതി സെൻസർ ബോർഡിനോടും ഒപ്പം നിർമ്മാതാക്കളോടും ഹൈക്കോടതിയുടെ നിർദ്ദേശത്തിൽ മറുപടി നൽകാൻ ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് നിർദ്ദേശം നൽകുന്നത്. ഇവർ രണ്ടുപേരും, സെൻസർ ബോർഡും ഒപ്പം നിർമ്മാതാക്കളും 3 മണിക്ക് ഹൈക്കോടതി സിംഗിൾ ബെഞ്ചിന് മുന്നിൽ മറുപടി നൽകണം. അപ്പോൾ ഈ അക്കാര്യത്തിൽ, അതായത് ഇക്കാര്യം പ്രദർശിപ്പിക്കാനാകുമോ, പ്രേക്ഷകരെ ഇക്കാര്യം അറിയിക്കാൻ കഴിയുമോ, മതപരമായ ബന്ധമില്ലാത്തതാണ് ജാനകി എന്ന കഥാപാത്രം എന്ന് അറിയിക്കാൻ കഴിയുമോ എന്ന കാര്യത്തിലാണ് സെൻസർ ബോർഡ്. അക്കാര്യം അംഗീകരിക്കാൻ കഴിയുമോ എന്ന് സെൻസർ ബോർഡ് അറിയിക്കണം. അക്കാര്യം പ്രദർശിപ്പിക്കാൻ തയ്യാറാണോ എന്ന് നിർമ്മാതാക്കളും ഹൈക്കോടതിയിൽ അറിയിക്കണം. എന്തായാലും അല്പസമയത്തിനകം 3 മണിക്ക് ജസ്റ്റിസ് എൻ നഗരേഷ് അധ്യക്ഷനായ സിംഗിൾ ബെഞ്ച് ഇതിന്റെ നിർമ്മാതാക്കളായ കോസ്മോസ് എന്റർടൈൻമെന്റ്സ് നൽകിയ ഹർജി വീണ്ടും പരിഗണിക്കും. ഏതായാലും നിർമ്മാതാക്കൾ, അണിയറ പ്രവർത്തകർ വലിയ മാറ്റങ്ങൾക്ക് തയ്യാറില്ല എന്ന് തന്നെയല്ലേ ഇപ്പോൾ അവസാനവും എടുത്തിരിക്കുന്ന നിലപാട്? അങ്ങനെ തന്നെയാണ് അണിയറ പ്രവർത്തകർ. പക്ഷേ ഒരു കാര്യത്തിൽ കോംപ്രമൈസ് ചെയ്യുന്നുണ്ട്. അതായത് അവർ ഒരു കാര്യത്തിൽ, ജാനകി എന്ന പേര് ഇതിൻ്റെ സിനിമ പ്രദർശിപ്പിക്കുമ്പോൾ അതിൻ്റെ വിചാരണ വേളയിൽ കേന്ദ്ര കഥാപാത്രമായ ജാനകിയോട് പ്രതിഭാഗം അഭിഭാഷകൻ ചില ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. അത് പുരാണ കഥാപാത്രമായ സീതാദേവിയോട് ചോദിക്കുന്നതിന് സമാനമാണ്. അത്തരമൊരു കാര്യം പ്രേക്ഷകരെ ബോധ്യപ്പെടുത്താനാണ് ഈ സിനിമയിൽ ആ പേര് ഉപയോഗിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണം. അത്തരമൊരു ആരോപണത്തിൽ ഈ പേര് ഉപയോഗിക്കാൻ, അത് മ്യൂട്ട് ചെയ്യാൻ, ആ ഭാഗം, ജാനകി എന്ന പേര് ഉച്ചരിക്കുന്ന ഭാഗം മ്യൂട്ട് ചെയ്യാൻ തയ്യാറാണ്. ആ ഒരു കാര്യം അംഗീകരിക്കാൻ തയ്യാറാണെന്ന് നിർമ്മാതാക്കൾ അറിയിക്കുന്നു. എന്നാൽ ടൈറ്റിലിൽ, സിനിമയുടെ തലക്കെട്ടിൽ ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്ന തലക്കെട്ടിൽ നിന്ന് ജാനകി എന്ന പേര് തിരുത്താൻ കഴിയില്ല. അത് സാമ്പത്തിക നഷ്ടമുണ്ടാക്കും. കാരണം ഇതിന്റെ പ്രിന്റ് അടക്കം തയ്യാറായി, ഇതിന്റെ ടീസർ അടക്കം തയ്യാറായി. അതുകൊണ്ട് തന്നെ ഇനി അക്കാര്യത്തിൽ മാറ്റം വരുത്തുന്നത് പ്രായോഗികമായ ബുദ്ധിമുട്ടുണ്ട് എന്നാണ് ഈ നിർമ്മാതാക്കൾ ഹൈക്കോടതി അറിയിച്ചത്. ഹൈക്കോടതി ഒരു ഘട്ടത്തിൽ അതിൽ പറഞ്ഞത് ജാനകി വി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള, അല്ലെങ്കിൽ വി ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്ന് പറയേണ്ടി വരുമല്ലോ എന്നുകൂടി തമാശ രൂപത്തിൽ ഹൈക്കോടതി നിരീക്ഷണം നടത്തുകയും ചെയ്തു. ശരി, ശ്യാം ദേവരാജാണ് വിവരങ്ങൾ നൽകിയത്. 3 മണിക്കാണ് കോടതി വീണ്ടും കേസ് പരിഗണിക്കുന്നത്.